നമസ്കാരം. ഒരു ഷോറൂമിനകത്ത് വണ്ടിക്കകത്തിരിക്കുകയാണ്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ സേഫസ്റ്റ് കാർ എന്നുള്ള ആ ഒരു പേരിൽ അറിയപ്പെടുന്ന ടാറ്റയുടെ ഏറ്റവും കുഞ്ഞു വണ്ടിയായിട്ടുള്ള ടിയാഗോയുടെ NRG വെർഷനാണ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് ആയതാണ്. അതായത് NRG എന്ന് പറയുമ്പോൾ മില്യൻ ടൈംസിൽ എനർജി. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ 180 mm ഗ്രൗണ്ട് ക്ലിയറൻസും ടഫായിട്ടുള്ള ഒരു ലുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. അതായത് SUVകൾക്ക് സമാനമായിട്ടുള്ള ഒരു ക്ലാഡിയും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പിന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ ഒരു ടഫ് ലുക്ക് നോക്കാനായിട്ട്. അതുകൂടാതെ ഒരുപാട് ഫീച്ചേഴ്സിനകത്തുണ്ട്. എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് ചെറുതായിട്ട് NRG ഒന്ന് നടന്ന് കാണാം. അതായത് ചെറുതായിട്ട് എന്ന് പറയാനുള്ള കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല എന്നുള്ളതാണ്. ഓടിക്കാനുള്ള അവസരമില്ല, കാരണം വണ്ടി പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ കിട്ടിയപ്പോൾ വേഗം തന്നെ വന്ന് ഒരു വാക്ക് അറൗണ്ട് ചെയ്യുന്നതാണ്. എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം ഞാൻ ഇരുന്നുകൊണ്ട് തന്നെ പറയാൻ വിചാരിക്കണം. അതായത് ഹെഡ് ലാംപ്സുകളും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സ്കിഡ് പ്ലേറ്റും ഗ്രില്ലും ടിയാഗോയിൽ നിന്നും ശരിക്കും ഒരു വ്യത്യസ്തമായ ഒരു രൂപമുണ്ട് എന്ന് തോന്നും. ഒറ്റോട്ടത്തിൽ ടിയാഗോ തന്നെയാണ്, എന്നാലും 4 വശത്തുള്ള ക്ലാഡിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്ക് വണ്ടിക്ക് തോന്നും. അതാണ് എൻ്റെ പ്രത്യേകമായിട്ട് പറയുന്നത്. പിന്നെ അകത്താണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഹാർമൻ്റെ 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഉണ്ട്. അതൊരു പുതുമയാണ്. ഡിജിറ്റൽ മീറ്റർ കൺസോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടിയാഗോയിൽ കണ്ടിട്ടുണ്ട്. എന്നാലും ഈ വണ്ടിക്കകത്ത് ഒരു ഇത്തിരി വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും നല്ലൊരു വണ്ടിയാണ്. നല്ല വണ്ടി എന്ന് പറയുമ്പോൾ ടഫായിട്ടുള്ള വണ്ടി തന്നെയാണ് ടിയാഗോ NRG. അപ്പോൾ അകത്ത് സീറ്റുകളുടെ കാര്യം പറയുമ്പോൾ ഞാനന്ന് പുറത്തുകൂടെ നടക്കാം ആദ്യം, അതിനുശേഷം നമുക്ക് അകത്ത് കയറാം. അപ്പോൾ മുൻപിൽ സാധാ ടിയാഗോ ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആ ഒരു സ്കിഡ് പ്ലേറ്റ് ആണ്, ഫേക്കാണത്. പിന്നെ ഈ ഒരു കളറും പുതിയതാണ്. അത് ഈ വണ്ടിക്ക് മാത്രമുള്ള ഒരു കാര്യമായിട്ട് പറയാം. ക്രോമിൻ്റെ ഒരുപാട് എലമെൻറ്റുകൾ വണ്ടിക്കകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ഹെഡ് ലാമ്പ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഹെഡ് ലാമ്പാണ്. അതിൻ്റെ മുകളിൽ കൺപീല് പോലെ കൊടുത്തുള്ളൊരു ഭാഗമുണ്ടോ, ഫോഗ് ലാംപ്സ് ഉണ്ട്. കൂടാതെ ആ ഒരു ടഫർ ലുക്ക് തോന്നിക്കാനായിട്ട് 4 പുറവും ആ ഒരു ക്ലാഡിങ് കാണാം. ഇനി ഈ ഒരു ബോണറ്റ് പൊക്കി കഴിയുമ്പോൾ ഇത് ടിയാഗോയിൽ കണ്ട അതേ എഞ്ചിൻ തന്നെയാണ്. 113 Nm ടോർക്കും 86 PS പവറുള്ള ആ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നെക്സോണിൽ കണ്ടിട്ടുള്ള ആ ഒരു ടർബോ ചാർജ് എഞ്ചിൻ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു ഒരു തോന്നലുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോൾ സാധാ എഞ്ചിൻ തന്നെയാണ്. ഒരു ബോണറ്റ് ഇൻസേഷൻ കൂടി കാണാം. റൂഫ് റെയിൽസ് ഉണ്ട്. ഈ റൂഫ് റെയിൽസ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യസ്തമായ ഡിസൈനാണ്. ഇനി വശങ്ങളിൽ ഈ ഒരു ക്ലാഡിങ് തന്നെയാണ് എടുത്തു പറയാനുള്ളത് നമ്മുടെ ആ ഒരു ടിയാഗോയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ. പിന്നെ സ്റ്റീൽ വീൽസ് തന്നെയാണ്. ആ വീലിൻ്റെ മുകളിൽ കൊടുത്തുള്ള ആ ഒരു ഡിസൈനൊക്കെ ഒരിത്തിരി ടഫ് ലുക്ക് തോന്നിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് പറയാം. NRGയുടെ പിന്നിൽ ഇപ്പോൾ നിങ്ങൾ മുന്നേ NRG കണ്ടിട്ടുണ്ടാവും, പഴയ വേഷം കണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ്. അതിന് മുകളിൽ NRG എന്നുള്ള ലോഗോ ഉണ്ട്, NRG. ബമ്പറിനും ആ ഒരു അലുമിനിയം ഇൻസേർട്ടുണ്ട്. അതായത് ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് കാണാം. പാർക്കിംഗ് സെൻസേഴ്സും റിവേഴ്സ് ക്യാമറ കൂടി ഉണ്ട്. ഇനി ഈ റിക്വസ്റ്റ് സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് തുറക്കാന്നുള്ളതാണ്. തുറന്നാൽ വലിയൊരു ബൂട്ടാണെന്ന് കാണാം. ഒരു പാർസൽ സെൽഫ് കൂടി ഉണ്ട്. ഇതാ റിയർ വൈപ്പർ വെച്ചിട്ടുള്ള ഒരു മോട്ടറിൻ്റെ ഭാഗമാണ് കേട്ടോ. ഒരു പ്രോപ്പർ കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് സെൻസർ പ്രസ് ചെയ്ത് അകത്ത് കയറാം. അകത്ത് കയറിയിരിക്കുമ്പോൾ ഈ സീറ്റിൻ്റെ ഫാബ്രിക് നല്ലതാണ്. അതിൻ്റെ ഡിസൈൻ നല്ല മനോഹരമാണെന്ന് പറയും. പച്ച സ്റ്റിച്ചിങ് എല്ലാം, അതായത് ആ ബോഡി കളർ തന്നെയാണ് സ്റ്റിച്ചിങ് എന്നുള്ളതാണ്. കൂടാതെ നടുവിലായിട്ട് ഡിസൈൻ കാണാം, കണ്ടില്ലേ. ഈ ഒരു മീറ്റർ കൺസോൾ നമ്മൾ സാധാ ടിയാഗോയിലുണ്ട്, കാര്യമായിട്ട് വ്യത്യാസം തന്നെ ഇല്ല. ഇനി മീറ്റർ കൺസോൾ നമ്മൾ ടോഗിൾ ചെയ്യുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ടിയാഗോയുടെ ഒരു വിശദമായ റിവ്യൂ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കിട്ടും. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. സ്റ്റിയറിങ്ങിലൊന്നും കാര്യമായ വ്യത്യാസമില്ല. പക്ഷേ ഈ ഹാർമൻ്റെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് 8 സ്പീക്കേഴ്സാണ്. ഞാൻ ഒരു പാട്ട് വയ്ക്കാം. പാട്ട് വയ്ക്കാനായിട്ട് സൗണ്ട് ഡെമോ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഫിസിക്കലായിട്ട് വോളിയം ബട്ടൺ ഇല്ല എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. AC ഒക്കെ മാനുവൽ AC ആണ്, അതിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. കീ എന്ന് പറയുന്നത് ഒരു സാധാ കീ തന്നെയാണ്. ലോക്ക് അൺലോക്ക് ബട്ടണും ആ ഹെഡ് ലാമ്പിൻ്റെ ഫോളോ മീ ഫംഗ്ഷനും ആ ബൂട്ട് ഓപ്പണും കാണാം. ഇനി ഇത് AMT ഗിയർ ബോക്സ് ആണ്. ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ 5 സ്പീഡ് AMT, 5 സ്പീഡ് മാനുവൽ, 2 ഗിയർ ബോക്സ് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഈ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ കാണാൻ നല്ല മനോഹരമാണെന്ന് പറയാം. കൂടാതെ ഈ ബ്ലാക്ക് ഇൻറ്റീരിയറിൽ ഈ ഗ്ലോ ബോക്സിൻ്റെ ബട്ടൺ കണ്ടോ, അത് മുകളിലായിട്ടാണ്. ആ ഒരു ഭാഗത്ത് കൊടുത്ത പാറ്റേൺ മനോഹരമാണ്. ഈ ഡാഷ്ബോർഡിൻ്റെ ഇരുവശത്തുള്ള AC വെൻറ്റുകളുടെ കളർ എന്ന് പറയുന്നത് ബോഡി കളറാണ്. ഇനി അലുമിനിയം ഇൻസേർട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഈ AMTയുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേക്കുന്നത് ഈ ഒരു ഡോർ പാഡിലാണ്.
ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് മുന്നേ ഉള്ള ടിയാഗോ ഉണ്ടായിരുന്നു. ഇനി താഴെയായിട്ട് വലിയ ബ്രേക്ക് പെഡൽ കാണാം, ഒരു ഡെഡ് പെഡലുണ്ട്. അപ്പോൾ AMT ആയതുകൊണ്ട് ആ ഒരു കാല് വയ്ക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്ന് കാണാം. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഈ സീറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇനി പറയേണ്ടുന്നൊരു കാര്യം, ഒരു ആംറെസ്റ്റ് ഇല്ല എന്നുള്ളത് ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നി. കൂടാതെ ഈ സീറ്റുകളുടെ ഒരു കംഫർട്ട് എടുത്തുകൊണ്ടൊരു കാര്യമാണ്. പിൻ സീറ്റിലും അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടിയാഗോയുടെ റിവ്യൂ കണ്ടാൽ മതി, അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നിലാണെങ്കിലും ആ ഒരു സ്പീക്കറൊക്കെ കാണാം. ഇപ്പോൾ 4 സ്പീക്കറുകളും 4 ട്വീറ്ററുമാണ് 8 സ്പീക്കർ എന്ന് പറയുന്നത്. ഈ ബോട്ടിൽ ഹോൾഡറിനകത്ത് കൊടുത്തുള്ള ആ ഒരു സിമ്പിൾസൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ പിന്നിലെ ഡോറിനും ബോട്ടിൽ ഹോൾഡർ ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. കൂടാതെ ഈ ഒരു ഭാഗം ഇത് ഫാബ്രിക് അല്ല, പ്ലാസ്റ്റിക് തന്നെയാണ്, ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഈ 8 സ്പീക്കറുള്ള ഹാർമൻ സിസ്റ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണിത്. ഇപ്പം നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ, നല്ല റെസ്പോൺസീവ് ആണ്. അപ്പോൾ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കാണാം. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ നല്ലൊരു സിസ്റ്റം ഉണ്ടെന്ന് പറയാം. അപ്പോൾ എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ളൊരു വണ്ടി എന്നാണ് ടിയാഗോയെ പറയാനുള്ളത്. അപ്പോൾ സാധാ ടിയാഗോയിൽ നിന്ന് NRGയിലേക്ക് മാറിയപ്പോൾ കാര്യമായിട്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആ 180 mm എന്ന് പറയുന്ന ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. കൂടാതെ കാഴ്ചയ്ക്ക് ഒരു SUVയുടെ ലുക്ക് ഉണ്ട്. ഇപ്പോൾ ടഫായിട്ടൊരു വെഹിക്കിൾ എന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. അപ്പോൾ ഏറെക്കുറെ കാഴ്ചയിലെ കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇനി വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കേണ്ടതുണ്ട്, നമുക്ക് ഓടിക്കാനുള്ള അവസരമില്ല. അപ്പോൾ വണ്ടി ഓടിക്കാൻ കിട്ടുമ്പോൾ വിശദമായിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഈ വാക്കർ കൊണ്ട് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടായിട്ടുള്ള കാര്യമാണ്. എന്നാലും അങ്ങനെയെങ്കിലും നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. അതുപോലെ വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതുന്നത് അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക്, ഫോളോ ചെയ്ത് നിങ്ങൾ ലൈക്ക് ഷെയർ നമ്മൾ തന്നെ അറിയാലോ. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. അതൊക്കെ നന്ദി, നമസ്കാരം.